ഓം അണകവിയും നഴലാഴിയാഴുമിന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൻ അണികരമേകിയണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എന്റെ ദൈവമല്ലോ. ജയനാരായണ ഗുരുപ്രിയ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരശ്ചന്ദ്ര മരീചികേ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ അനന്തകോടി പ്രണാമം. അമ്മ ശ്രീ ശാരദാംബയ്ക്ക് ഹൃദയസമർപ്പണം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന ഈ കൂട്ടായ്മയിലെ മുഖ്യാത്മനായ അനിലങ്ങളിലും ഈ കൂട്ടായ്മയിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ആത്മോപദേശ ശതകം എന്ന ഈ മഹായജ്ഞത്തിലെ 7-ാം ശ്ലോകത്തെ മനനം ചെയ്യാനുള്ള അവസരമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനാദ്യം തന്നെ ഭഗവാനോട് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് 7-ാം ശ്ലോകം ഒന്ന് കേട്ടു നോക്കാം. ഉണരരുതിങ്ങിയുറങ്ങിടാതിരുന്നീടണമറിവായി ഇതി നിന്നയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം. ഉറങ്ങിയിട്ട് അജ്ഞാനമറയിൽ നിന്നും ഉണർന്നു വരുന്ന ജീവിതം ഇനിമേൽ അംഗീകരിക്കരുത്. അത് സാധിക്കണമെങ്കിൽ താൻ ഉൾപ്പെടെ എല്ലാം ബ്രഹ്മമെന്നറിഞ്ഞ് സ്വരൂപബോധം സദാ നിലനിർത്തണം. ഈ ആത്മാനുഭവത്തിന് കരുത്തില്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടി ജീവൻ മുക്തന്മാരായി കഴിയുന്ന പരമഹംസന്മാരുടെ പരിചരണത്തിൽ ദേഹത്തെയും മനസ്സിനെയും വിനിയോഗിക്കണം. അജ്ഞാനത്തിന്റെ മറവിൽ നിന്നും ഉണർന്നു വരുന്ന അനുഭവമാണ് സ്വപ്നവും ജാഗ്രതും. ഇവ രണ്ടും പലതുണ്ടെന്ന് തോന്നിച്ച് ദുഃഖിപ്പിക്കുന്ന ഭ്രമാനുഭവങ്ങളാണ്. ഇവ ഒഴിഞ്ഞു കിട്ടണമെങ്കിൽ സത്യാനുഭവം നേടണം. എന്താണ് സത്യാനുഭവം? താൻ ഉൾപ്പെടെ എല്ലാം ബോധസ്വരൂപമായ ബ്രഹ്മമാണെന്ന് അനുഭവിക്കുന്നതാണ് സത്യാനുഭവം. ഈ സാധകൻ സർവവ്യാപ്തമായ പരമാത്മ തത്വത്തെ മനസ്സിലാക്കി ഭിന്നസങ്കല്പങ്ങളെ സാവധാനം മനനധ്യാനങ്ങളിൽ കൂടി നിരോധിച്ച് നിർവികൽപ ബോധാനുഭവം അനുക്രമമായി നേടിയെടുക്കേണ്ടതാണ്. സങ്കല്പങ്ങൾ മുഴുവൻ നിരോധിക്കാൻ കഴിഞ്ഞാൽ അദ്വൈതബോധ സത്യം പൂർണ്ണമായും അനുഭവപ്പെടും. എന്നാൽ ഈ മനോജയം അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ പിന്നെ സത്യാന്വേഷണം ഉപേക്ഷിക്കുകയാണോ വേണ്ടത്? ഒരിക്കലുമല്ല. ഉപേക്ഷിച്ചാൽ ജനന മരണ പ്രവാഹത്തിൽ അന്ധമറ്റ് നീണ്ടേണ്ടി വരും. കൂടുതൽ ക്ലേശകരങ്ങളായ ജന്തുജീവിതങ്ങൾ കൈക്കൊള്ളാനിടയായി എന്നും വരാം. സത്യത്തോടടുത്തില്ലെങ്കിൽ കൂടുതൽ അകലാതെയെങ്കിലും നോക്കേണ്ടതാണ്. ഇതിനുള്ള ആദ്യ പടിയാണ് സത്സംസർഗം. സത്യാന്വേഷണത്തിൽ അത്യന്തം പ്രയോജനപ്രദമായ ഒന്നാണ് സത്സംസർഗം. സത്യത്തെ സാക്ഷാത്കരിച്ച് അനുഭവിക്കുന്നവരാണ് സത്തുക്കൾ. അവരുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്ന ഇതാണ് ഇവിടെ ഗുരുദേവൻ നമ്മോട് ഉപദേശിക്കുന്നത്. സത്തുക്കളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ രചിച്ചിട്ടുള്ള ആത്മോപദേശ ശതകം പോലുള്ള കൃതികൾ പഠിക്കുക. ഇതും സജ്ജന സംസർഗത്തിന് തുല്യമാണ്. ഈശ്വരനെ കണ്ടിട്ടുള്ളവരെന്ന് ലോകം സമ്മതിച്ചിട്ടുള്ള സത്തുക്കളുടെ തിരുവായ്മൊഴികൾ ഈശ്വരാനുഭൂതി നേരിട്ട് പകർന്നു തരാൻ കഴിവുള്ളവയാണ്. ഈ ശ്ലോകത്തിൽ പ്രണവശബ്ദത്തിന് ബ്രഹ്മം എന്നാണർത്ഥം. ഓംകാരമാണ് പ്രണവം. പ്രണവത്തെ ഉപനിഷത്തുക്കൾ ഏകകണ്ഠമായി ബ്രഹ്മപ്രതീകമെന്ന് അംഗീകരിച്ചിട്ടുണ്ട്.
മാണ്ഡുക്യോപനിഷത്ത് പ്രണവത്തിന്റെ ബ്രഹ്മപ്രതീകത്വം വിശദമായി ചർച്ച ചെയ്തിട്ടുമുണ്ട്. പിറപ്പൊഴിഞ്ഞുവരാണ് ജീവൻ മുക്തന്മാർ. എനിക്ക് ആത്മോപദേശശതകത്തിലെ ഈ 7-ാം പദ്യം മനനം ചെയ്യാൻ ഒരവസരം നൽകിയ ഈ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളോടും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.